മോളെ മോളെ നീ ഇവിടെങ്ങും ഇല്ലേ? അഞ്ചു മോളെ. എന്താ പപ്പേ? അമ്മോളെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഒരു ചെറിയ ശബ്ദം. അതൊരു കിളിയുടെ ശബ്ദമാണോ പപ്പേ? അത് തന്നെ. ആ ശബ്ദം ഏത് കിളിയുടെ ശബ്ദമാണ്? പപ്പേ, അതെപ്പോഴും പപ്പ കേൾക്കുന്ന വുഡ് പെക്കറിന്റെ അല്ലേ? അത് തന്നെ, മരം കൊത്തി, അതിന്റെ ശബ്ദമാ. ഇപ്പൊ മനസ്സിലായി. നല്ല ഈണം. അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിച്ചു. അഞ്ചു മോളെ നീ ഇങ്ങു വന്നേ. ദാ ഇപ്പൊ വരാവേ. പാല് സ്റ്റൗവിലിരിക്കുക, തിളച്ചിട്ട് ഓടി വരാവേ ഓഫ് ചെയ്തിട്ട്. ശരി, പതുക്കെ വന്നാലും മതി. ഓടി വന്നിട്ട് എവിടെയെങ്കിലും തട്ടി വീഴേണ്ട. എന്താ അപ്പ എന്നെ വിളിച്ചേ? മോളെ, ഒരു കിളിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതേത് കിളിയാണ്? പപ്പേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മരം കുത്തിയിടേതാന്ന്. ആ ശബ്ദം പപ്പ പഠിച്ചു വെച്ചോ. വുഡ് പെക്കർ, മരം കൊത്തി. അത് പറഞ്ഞ് അഞ്ചുമോൾ അകത്തോട്ട് പോയി. വീണ്ടും പപ്പയുടെ വിളി വന്നു. മോളെ അഞ്ചു മോളെ, നീ ഇതെവിടെയാണ്? ഒന്നിങ്ങ് വന്ന് ഒരു കാര്യം ചോദിച്ചറിയാനാണ്. ദോ വരുന്നു പപ്പേ. ഈ പപ്പ എന്തേലും ചെയ്യാൻ സമ്മതിക്കത്തില്ല. കഞ്ഞി വേവാറായി, ഇറക്കി വെച്ചിട്ട് ഇപ്പൊ വരാം. ഒറ്റ മിനിറ്റ്. ശരി മോളെ, നീ പതുക്കെ വന്നാലും മതി കേട്ടോ. ധൃതിയൊട്ടും ഇല്ല. എന്താ പപ്പേ, ഇനിയും ആ കിളിയുടെ സ്വരം പറയാനാണോ? ഈ പപ്പയെ കൊണ്ട് തോറ്റു. ഇനി എന്താ അറിയണ്ടേ? പറ പപ്പേ. സോറി മോളെ, ഞാൻ ആ കിളിയുടെ പേര് പിന്നെയും മറന്നു. കുറേ നേരം ഞാൻ പറഞ്ഞു കാണാപാഠമാക്കിയതാണ്. സോറി മോളെ, ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഒരിക്കൽ കൂടി പറഞ്ഞു തരണേ ആ കിളിയുടെ പേര്. പപ്പയുടെ പൊന്നെങ്കുടമല്ലേ? ഓർമ്മ കിട്ടാനിട്ടല്ലേ മോളെ? ശരി, പറഞ്ഞുതരാം. ഇനി എന്നോട് പിന്നെ ചോദിക്കരുത്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരായി. ഈ പപ്പയും ഒരു കിളിയും. ഈ പപ്പയ്ക്കുന്നത് എന്ത് പറ്റി? ഈ കാലം മാത്രം ഇതുപോലെ ഒന്നും ചോദിക്കാത്തതാണല്ലോ. എന്തേലും ആവട്ടെ. പപ്പ പറഞ്ഞേ, ഞാൻ പറയുന്ന പോലെ ഏറ്റു പറയണേ. പറഞ്ഞേ. വുഡ് പെക്കർ. വുഡ് പെക്കർ. മരം കൊത്തി. മരം കൊത്തി. ഇനി മറക്കുകയില്ല കേട്ടോ. മരം കൊത്തി വുഡ് പെക്കർ. ഇനി മറന്നാ ഈ തടിമാടൻ കയ്യിൽ ഒരു കുഞ്ഞടിയും തരും. ഹോം നേഴ്സ് എത്തിയതിനു ശേഷം അഞ്ചുമോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്. അഞ്ചുമോളെ ഒന്നിങ്ങോ വന്ന്. അഞ്ചുമോളെ റെഡിയായോ? ഇന്ന് നല്ല മിടുക്കിയായിട്ടാണല്ലോ. നീ ഒന്നെൻ്റെ അടുത്തിരുന്ന് ഈ കട്ടിൽ ഒരു കാര്യം പപ്പ പറയട്ടെ. മോളെ, ഞാൻ അല്പം മുമ്പ് 3 പ്രാവശ്യം ഒരു കിളിയുടെ പേര് ചോദിച്ചു. ആ മരം കുത്തിയുടെ, വുഡ് പെക്കറിൻ്റെ. അത് ഒരു കാര്യം മോളോട് പറയാനായിരുന്നു.
ആ കിളിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് പണ്ടത്തെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. നീ കുഞ്ഞായിരുന്നപ്പോൾ അന്ന് നീ എന്നോട് ഈ കിളിയുടെ പേര് ചോദിച്ചത് 3-4 തവണയൊന്നുമല്ല, 30 വട്ടമായിരുന്നു. അന്നൊന്നും ഞാൻ ഒരു പ്രാവശ്യം പോലും നിന്നോട് ദേഷ്യപ്പെട്ടില്ല, ഒരു വഴക്കും പറഞ്ഞില്ല. ഞാൻ പണിയുടെ ഇടക്കാണെങ്കിൽ പോലും നിന്റെ അടുത്തോടി വരും. നിന്നോട് ഓരോ പ്രാവശ്യവും പണികൾ നിർത്തിവെച്ച് നിന്നെ മടിയിൽ ചേർത്ത് വെച്ച് ആ കിളിയോടെ പേര് പറഞ്ഞു തന്നു. വുഡ്പെക്കർ, മരം കൊത്തി എന്ന്. ഒരുപാട് ക്ഷമയോടെ, ഒരുപാട് സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ, ഒത്തിരി വാത്സല്യത്തോടെ ഓരോ ചോദ്യത്തിനും നിന്റെ നെറ്റിയിലും കവിളിലും ഉമ്മ തരികയായിരുന്നു. അത് മറ്റൊന്നിനുമല്ല, എന്നും നീ ഓർമ്മിച്ചിരിക്കാനാണത്. സോറി മോളെ, നിന്റെ ഈ ധൃതി പിടിച്ച സമയത്ത് ഞാൻ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ഇതൊന്ന് മോളോട് പറയണമെന്ന് തോന്നി. സോറി പപ്പേ. പപ്പ അന്ന് ഞങ്ങൾക്ക് തന്ന സ്നേഹവും കരുതലും വാത്സല്യങ്ങളും പപ്പയ്ക്ക് തിരിച്ചു തരാനാണില്ലല്ലോ. സോറി പപ്പ, ഇനി ഒരിക്കലും പപ്പനെ വിഷമിപ്പിക്കില്ല. സോറി. നാം കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നൽകിയ സ്നേഹവും കരുതലും വാത്സല്യങ്ങളും ചേർത്ത് പിടിക്കലുകളും തീർച്ചയായും അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ തിരികെ നൽകേണ്ടതല്ലേ? തിരികെ നൽകേണ്ട കടമ മക്കളായ നമ്മുടേതല്ലേ? ഓർക്കണേ, നമ്മുടെ മാതാപിതാക്കളെ തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കരുതി നിങ്ങളെ നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് തുന്നിച്ചേർത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരുടേതായ ലോകം, അവരുടേതായ ചിന്തകളിൽ പോലും സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. നമ്മളിലേക്കായിരുന്നു അവരുടെ ലോകം. എന്നും എപ്പോഴും നമ്മളിലായിരുന്നു. നമ്മുടെ വളർച്ചകളിലെ ഓരോ ഘട്ടങ്ങളും അവരിൽ വർണ്ണങ്ങൾ വാരിവിതറിയിരുന്നു. അവർക്ക് മാത്രമായി ഒരു സന്തോഷങ്ങളും ഇല്ലായിരുന്നു. പുറത്തുപോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും എൻ്റെ മകൾ വെള്ളം കുടിച്ച് കാണുമോ എന്നാണ് ചിന്തിച്ചിരുന്നത്. നിങ്ങളുടെ വഴികളിൽ, കാലടികളിൽ അവരുടെ കൈത്തലങ്ങളുണ്ടായിരുന്നു, ഹൃദയസ്പന്ദനങ്ങളുണ്ടായിരുന്നു. നമ്മളെ ഒരിക്കലും മറക്കാത്ത മാതാപിതാക്കളെ തീർച്ചയായും ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. സ്നേഹം കൊണ്ട് പൊതിയനെ, സ്നേഹിച്ചു കൊണ്ടിരിക്കണേ. നിർജീവമായ അവസ്ഥയിൽ അന്ത്യചുംബനങ്ങൾ നൽകാനായി കാത്തുവയ്ക്കല്ലേ, കാത്തിരിക്കല്ലേ. ജീവനുള്ള സമയങ്ങളിൽ അവരത് അനുഭവിക്കട്ടെ നമ്മിലൂടെ. നാളത്തെ നമ്മളാണ് അവരിന്നെന്നറിയണേ. നമ്മുടെ മക്കൾക്കുള്ള പാഠങ്ങളാകാം നമ്മൾക്കും.